ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് അത്യാവശ്യം വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടി വണ്ടി നമ്മൾ റോഡിൽ ഓടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു വാഹനം ഓടിക്കാനായിട്ട് പഠിച്ചു, അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ധാരണയുണ്ട്. എന്നാൽ നമ്മൾ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ചെറിയതും വലിയതുമായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്. ഈ മിസ്റ്റേക്കുകൾ നമ്മൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് പലതരത്തിലുള്ള കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഒരു വണ്ടി ഓടിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഡ്രൈവിംഗിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് അറിവിനെ അവർ വിലയിരുത്താനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്നത് മുതൽ ഒരു വണ്ടി കൊണ്ടുപോയി സൈഡിൽ പാർക്ക് ചെയ്ത് നിർത്തുന്നതിനിടയിൽ നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 10 അതിലധികം മിസ്റ്റേക്കുകളും അതിന്റെ പരിഹാര മാർഗങ്ങളുമാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, അതായത് ബ്രേക്കിൽ ഇതുപോലെ കാല് വെക്കും, അതിനുശേഷം എന്ത് ചെയ്യും, ഫുൾ ക്ലച്ച് ചവിട്ടാതെ ഒരു 4/4% ക്ലച്ച് ചവിട്ടും, ഫുള്ള് ചവിട്ടത്തില്ല. ഒരു 4/4% ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്ത് ഇതുപോലെ വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടി എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഫുൾ ക്ലച്ച് ചവിട്ടണമെന്ന് പറയുന്നത്? ഇൻ കേസ് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റ് പോയി വണ്ടി ഇടിക്കാനായിട്ട് തട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടി എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വലിയൊരു അബദ്ധം, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങളുടെ വണ്ടിയുടെ സ്റ്റാർട്ടറിന് കംപ്ലൈൻറ്റ് വരും. അതായത് വണ്ടിയുടെ താക്കോൽ ഇതുപോലെ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യും. അതായത് താക്കോൽ നമ്മൾ മുന്നോട്ട് തിരിച്ചു പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ടായി കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഒരു 2-3 സെക്കൻഡ് താക്കോല് മുന്നോട്ട് ഞെക്കി പിടിക്കും. വണ്ടി സ്റ്റാർട്ടായി കഴിയും, എന്നാലും എന്ത് ചെയ്യും, ഒരു 3-4 സെക്കൻഡ് താക്കോലെ ഞെക്കി പിടിക്കും. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ടറിന് കംപ്ലൈൻറ്റ് വരും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ കൈ താക്കോലിൽ നിന്ന് വിട്ടിരിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നാളുകളിൽ ഒരു വാഹനമൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ വണ്ടി രാത്രി കാലങ്ങളിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്തെടുക്കുമല്ലോ. സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുത്ത് പോകരുത്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേയധികം സമയം നമ്മുടെ വാഹനം വീട്ടിൽ പാർക്ക് ചെയ്തിട്ടിട്ട് പിറ്റേ ദിവസമാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ലോങ് ആയിട്ടുള്ള ഒരു ടൈം വാഹനം റെസ്റ്റിലാണ്. നമ്മൾ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്സിലറേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ അടിഭാഗത്ത് ഓയിൽ അടിഞ്ഞ് താഴ്ഭാഗത്തായിട്ട് ആണ് കിടക്കുന്നത്. അപ്പം ഈ ഓയിലിൻ്റെ ഒരു ലൂബ്രിക്കേഷൻ കൊണ്ടാണ് എൻജിൻ്റെ പല ഭാഗങ്ങളും തേയ്മാനമില്ലാതെ പ്രോപ്പറായിട്ട് വർക്കാകുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയും പെട്ടെന്ന് ആക്സിലറേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് എൻജിൻ്റെ പല പാർട്സുകൾ വേഗത്തിൽ പ്രവർത്തിക്കും. ഈ ഓയിൽ ഈ പാർട്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്താനായിട്ടുള്ള ഒരു ടൈം കിട്ടുന്നതിന് മുന്നേ ആയിരിക്കും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, തേയ്മാനം വരാനായിട്ടുള്ള സാധ്യത എൻജിൻ്റെ പല പാർട്സുകൾക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. എന്നാൽ പുതിയ വാഹനങ്ങൾക്ക് അത്രയധികം പ്രശ്നങ്ങളില്ല. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 സെക്കൻഡ് ഒക്കെ ഒന്ന് ഇട്ടതിന് ശേഷം പിന്നെ സാവധാനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. പുതിയ വണ്ടികൾക്ക് അത്രയും പ്രശ്നങ്ങളില്ല, എങ്കിൽ പോലും നിങ്ങളിതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതേ വണ്ടി എടുക്കുകയാണ്. ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാർ ഈ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്. അതായത് ഈ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, 1-2 പോയിന്റ് ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചായിരിക്കും കിടക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ വാഹനം ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത്
ചെയ്തിട്ടില്ല, ചെറിയൊരു അളവിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ ചെറിയ രീതിയിൽ പിടിച്ചായിരിക്കും വണ്ടി മുന്നോട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ വാഹനം മുന്നോട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് വീല് ലോക്കാകാൻ സാധ്യതയുണ്ട്. ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് അഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിങ്ങൾ വണ്ടി ഓടിക്കരുത്. ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ടും ഓഫായി കൊടുത്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങളിൽ പല ആൾക്കാരും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഇടരുത്. അതായത് നമ്മൾ ഇപ്പം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുകയാണ്, വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു, ക്ലച്ച് ഫുള്ള് പിടിച്ചു, സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ ഗിയർ ഇടാവുള്ളൂ. ചിലർ ഗിയർ ഇടുന്ന സമയത്ത് അറിയാതെ സംഭവിക്കുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഫുൾ ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഇടും, ഒരു 40% ക്ലച്ച് ചവിട്ടും. അങ്ങനെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. എഞ്ചിനിൽ നിന്ന് വരുന്ന ഒരു പവറിനെ താൽക്കാലികമായിട്ടൊന്ന് കട്ട് ഓഫ് ചെയ്തിട്ടാണ് അടുത്ത ഓരോ ഗിയറും നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇപ്പം ഞാനിവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇനി അടുത്തൊരു ഗിയർ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നമ്മൾ സ്പീഡാക്കുന്നു. ആക്സിലറേഷൻ എപ്പോൾ കുറയ്ക്കുന്നു അപ്പോൾ തന്നെ ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫുൾ ക്ലച്ച് നമ്മൾ നിർബന്ധമായിട്ട് ചവിട്ടി എന്ന് ഉറപ്പുവരുത്തുക. ഇനി അതുപോലെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സംഭവിക്കുന്ന മറ്റൊരു അബദ്ധം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. അതായത് ഈ ഗിയറൊക്കെ മാറ്റുന്ന സമയത്ത് പല ആൾക്കാരും ഈ ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം അറിയാതെ നമ്മൾ ആക്സിലറേഷൻ ഞെക്കി പിടിക്കും. അതൊരു മിസ്റ്റേക്ക് അല്ല, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രാക്ടീസ് കുറവ് ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. ഇത് നമ്മൾ നിരന്തരം ഡ്രൈവ് ചെയ്യുന്നതിലൂടെ ആ മിസ്റ്റേക്ക് നമുക്ക് മാറിക്കിട്ടും. പക്ഷേങ്കിൽ നമ്മൾ അത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ തേർഡിൽ പോവാണ്, തേർഡിൽ പോകുന്ന സമയത്ത് എനിക്ക് ഫോർത്ത് കൊടുക്കണം. അപ്പം ഞാൻ വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കി, എന്നിട്ട് ക്ലച്ച് പിടിച്ചു, ഞാൻ ഫോർത്ത് ഇട്ടിട്ട് എന്ത് ചെയ്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാതെ ആദ്യം ആക്സിലറേഷൻ കൊടുത്തു. ആക്സിലറേഷൻ ഞെക്കി പിടിച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് ഞാൻ അയച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഇരയ്ക്കും. വണ്ടിക്കൊരു വല്ലാത്ത ആക്സിലറേഷൻ്റെ സൗണ്ടോട് കൂടിയായിരിക്കും ക്ലച്ച് റിലീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് ക്ലച്ചിൽ കാല് വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എപ്പോഴും ക്ലച്ചിൻ്റെ മേളിൽ നിങ്ങൾ അറിയാതെ കാലൊന്ന് വെക്കും. അത് തുടക്കത്തിൽ വലിയ പ്രശ്നമില്ല. പക്ഷെങ്കിൽ നമ്മൾ ക്ലച്ചിലേക്ക് ഒരുപാട് ലോഡ് കൊടുക്കാൻ പാടില്ല. അതായത് ക്ലച്ച് താഴോട്ട് നമ്മളുടെ കാലിൻ്റെ വെയിറ്റ് ഒരുപാട് ക്ലച്ചിലേക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അറിയാതെങ്കിലും ക്ലച്ച് താഴോട്ട് താഴുന്നുണ്ടെങ്കിൽ ക്ലച്ചിന് തേയ്മാനം വരും. അപ്പം നിങ്ങൾ തുടക്കത്തിൽ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തിന് അടുത്തൊരു ഗിയർ ഇടണം, അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺഫിഡൻസിന് നമ്മൾ തുടക്കത്തിൽ ആദ്യം നമ്മൾ ക്ലച്ചിലേക്ക് കാല് വെക്കുന്നതിൽ തെറ്റില്ല. ഇപ്പം ഞാനിവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്, ഇടത്തെ കാല് ഇങ്ങനെ ജസ്റ്റ് ക്ലച്ചിലൊന്ന് വെച്ചു, എന്നിട്ട് വണ്ടിക്ക് സ്പീഡാക്കി ആക്സിലറേഷൻ കുറച്ചു, ക്ലച്ച് പിടിച്ചു, തേർഡ് ഇടുന്നു, എന്നിട്ട് വീണ്ടും നമ്മൾ ക്ലച്ചിൽ ഇങ്ങനെ കാല് വെച്ചേക്കാണ്. തുടക്ക സ്റ്റേജിൽ നിങ്ങളിങ്ങനെ വെച്ചോ, പക്ഷേങ്കിൽ അത്യാവശ്യം നിങ്ങൾ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ആയിന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് കാല് എടുത്ത് ഫ്ലോറിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് എപ്പോഴാണ് ക്ലച്ചിൻ്റെ യൂസ് വരുന്നത് അതിനൊരു 4-5 സെക്കൻഡ് മുന്നേ ക്ലച്ചിലേക്ക് എടുത്ത് കാല് വെക്കുക. ഇപ്പം ഞാനിവിടെ തേടി വരികയാണ്, ഇനി എനിക്ക് ഫോർത്ത് കൊടുക്കണം. അപ്പം ഞാനൊരു 3-4-5 സെക്കൻഡ് മുന്നേ കാലെടുത്ത് ക്ലച്ച് വെച്ചു, എന്നിട്ട് ക്ലച്ച് ഓട്ടി ഫോർത്ത് കൊടുത്തു, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ഫ്ലോറിലേക്ക് വെച്ചു. ഇപ്പം ഞാനിങ്ങനെ ഫോർത്ത് വരികയാണ്, ഇവിടെ ഒരു കയറ്റമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു 3-4-5 സെക്കൻഡ് മുന്നേ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെച്ചു, ക്ലച്ച് ഓട്ടി തേർഡ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു, ഇങ്ങനെ കയറി വരികയാണ്. ഇനി ഇവിടെ ഒരു ജംഗ്ഷനിലേക്ക് വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചു, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് കൊടുത്തു, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാലെടുത്ത് ഫ്ലോറിലേക്ക് വെച്ചു. ഇങ്ങനെ നിങ്ങൾ ക്ലച്ചിനെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം. തുടക്കത്തിൽ നിങ്ങൾക്കിത് അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത്യാവശ്യം പ്രാക്ടീസ് ആയ ഒരാളാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾ നിർബന്ധമായിട്ട് ക്ലച്ചുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയാം. അതായത് ഇപ്പം ഞാനിവിടെ വാഹനം ഈ ചെറിയൊരു കയറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഇവിടെ വാഹനം മുന്നോട്ട് എടുക്കണം, മറ്റു വണ്ടികളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷനിൽ ഒരു വണ്ടി 2 സെക്കൻഡ് ഒന്ന് നിർത്തി, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് അയച്ച് നമ്മൾ വണ്ടി ഇതുപോലെ സിമ്പിളായിട്ട് നീക്കി. ഇങ്ങനെ നീക്കാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത ഒരുപാട് തുടക്കക്കാർ ചെയ്യുന്ന ഒരു വലിയ അബദ്ധമുണ്ട്. അതായത് ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടിയെ ഒരുപാട് നേരം നിർത്തും.
അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു കുറച്ച് സമയമൊക്കെ നിർത്തുന്നതിൽ തെറ്റില്ല. ഇപ്പം നമുക്ക് ഉദാഹരണം പറയാം, നമുക്ക് വണ്ടി എടുക്കണം, ഈ കയറ്റത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഹാഫ് ക്ലച്ച് വന്നത് ആക്സിലറേഷൻ ഒന്ന് ഹോൾഡ് ചെയ്തതുണ്ടോ, നമ്മൾ ഇത്രയും സമയം ഒന്ന് നിർത്തി എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് അയച്ചെടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ നമ്മൾ ഈ കയറ്റത്ത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനിലും തന്നെ ദീർഘസമയം വണ്ടി അനാവശ്യമായിട്ട് നിർത്തരുത്. ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഫ്യൂവൽ കത്തിത്തീരും ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുത്താൽ. ഒപ്പം തന്നെ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറച്ച് സമയം വണ്ടി കയറ്റത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാതെ ക്ലച്ച് ചവിട്ടുക, ബ്രേക്ക് ചവിട്ടുക. ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് എന്ത് ചെയ്യുക, വണ്ടി ഇങ്ങനെ നിർത്തുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ്, നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് പലരും ചെയ്യുന്ന ഒരു വലിയ അബദ്ധമുണ്ട്. ഈ ഗിയർ ലിവറിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യും. അതായത് എപ്പോഴും ഇങ്ങനെ കൈ ഗിയർ ലിവറിൽ വെക്കും. നമ്മൾ കൈ ഗിയർ ലിവറിൽ വെക്കുന്നത് തെറ്റില്ല, പക്ഷേങ്കിൽ നമ്മുടെ ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ വെയിറ്റ് പൂർണ്ണമായിട്ട് ലിവറിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം ഈ ഗിയർ ലിവറിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ചെറിയ വിറയലുണ്ട്. അത് വാഹനത്തിൻ്റെ ആ ഒരു ഗിയർ ബോക്സുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ചെറിയൊരു വിറയലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് പ്രഷർ കൊടുത്താൽ അതിൻ്റെ അടിഭാഗത്തേക്ക് വരുന്ന പല പാർട്സുകൾക്കും തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ഗിയർ ലിവറെ കൈ വെക്കരുതെന്നല്ല, നിങ്ങൾക്ക് ഒരു ജസ്റ്റ് കുറച്ച് സമയം കൈ ഒന്ന് വെക്കുന്നത് തെറ്റില്ല. പക്ഷേങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് ബലം കൊടുക്കാതെ വളരെ സ്മൂത്ത് ആയിട്ട് ആയിരിക്കണം നിങ്ങൾ ഗിയർ ലിവറിൽ കൈ വെക്കേണ്ടത്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ റൂൾ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാതെ ഇരിക്കാനായിട്ട്, അത് റൂളിനുപരിയായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മുടെ കൈ രണ്ടും എന്ത് ചെയ്യണം, സ്റ്റിയറിങ്ങിൽ തന്നെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ സാധാരണ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും ആണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഈ അബദ്ധങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇതെല്ലാം ഒന്ന് ഒഴിവാക്കി വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.